ഹലോ, ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഒരു സോയ ചങ്ക്സ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട സോയയാണ്. സോയ ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ആ ചൂടുവെള്ളത്തിൽ നിന്ന് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. മസാലകളിൽ ഞാൻ ആദ്യം ചേർത്തിട്ടുള്ളത് ഉപ്പ് ചേർത്തു, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയും മസാലകളാണ് കേട്ടോ ഞാനിതിൽ പരട്ടിയിട്ടുള്ളത് മാരിനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം പരട്ടിയിട്ട് കുറച്ച് നേരം നമുക്കത് ഈ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇവയെല്ലാം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 ഉള്ളി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഞാനിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഞാനിപ്പോൾ 2 അടുപ്പത്ത് 2 പാൻ വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ ഞാൻ സവാള തക്കാളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ടും മറ്റേ പാനിൽ ഞാൻ ഈ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേ ടൈമിൽ തന്നെ ഏകദേശം സെറ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചീഞ്ചട്ടിയിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ഇട്ടു. അതിനുശേഷം സവാള ഇട്ടു. സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ തക്കാളി ചേർക്കേണ്ടത്. Been through it all, but now it's time to go our separate ways. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her eyelids. ഈ പാനിൽ സവാള വാടുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റേ പാനിൽ സോയ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സോയ ഞാൻ ഓയിലിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു പാനിൽ സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ചേർക്കാണ് കേട്ടോ. നമ്മുടെ സവാള ഇവിടെ വാടിക്കഴിഞ്ഞപ്പോഴേക്കും മറ്റേ അടുപ്പത്ത് വെച്ച സോയ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തക്കാളി വെന്ത് കഴിഞ്ഞ് ഇനി അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ സോയ ചങ്ക്സും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ റെഡിയാവും. അങ്ങനെ നമ്മുടെ തക്കാളി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും മസാലകളൊക്കെ ആഡ് ചെയ്യാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വീണ്ടും കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഗരം മസാല. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ അളവുകളൊന്നും പറയുന്നില്ല. പൊടികളുടെ ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ തക്കാളി, സവാള, മസാലകൾ എല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രമേ സോയ ഇടാൻ പാടുള്ളൂ. എന്നാലാണ് സോയയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഞാൻ ആദ്യം ഈ സോയൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇടയ്ക്കാണ് ഈ ഒരു റെസിപ്പി എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് സോയ നല്ലതായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേട്ടോ. സോയയ്ക്ക് ആ ഒരു കുത്ത് ഉള്ള കാരണമാണ് പലരും കഴിക്കാൻ പഠിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ആ കുത്ത് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.